സ്പെഷ്യൽ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പോളം പച്ച ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതേപോലെ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു വലിയ തക്കാളി, 2 സവോള ചെറുതായി നുറുക്കിയത്, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ ബീൻസും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. രണ്ടും ഒരുമിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്ര വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് രണ്ടിനും കൂടിയിട്ട് ഇത്രേ വേവുള്ളൂ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. 2 പിടി തേങ്ങ ചിരവിയത് എടുത്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ 2ാം പാലും 1ാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ പോർക്കിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും പോർക്കിൻ്റെ നെയ്യിൽ ഇടുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ബ്രൗൺ കളറായി വന്നപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി, ഇതൊക്കെ കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ തക്കാളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഉടച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ, പച്ച ഗ്രീൻ ബീൻസാണ്, അതായത് ഫ്രോസൺ അല്ല, നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചയാണ് ഗ്രീൻ ബീൻസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാവുമ്പോൾ ഒറ്റ വിസിൽ മാത്രം മതി. അപ്പം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാലുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വന്ന് ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ചേർക്കാൻ പോകുന്ന മുട്ടയാണ്. മുട്ട ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പിനൊക്കെ ചേർക്കില്ലേ, അതായത് മോൾഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ അതൊന്ന് നൈസായിട്ട് ഇട്ട് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പിരിപിരി പോലെ, അതായത് നമ്മൾ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു പിരിപിരി പോലെ മുട്ട കിടക്കും. ഭയങ്കര ടേസ്റ്റാണ്. ആ മുട്ടയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ വിചാരിക്കും കാണാൻ അത്ര ഭംഗിയില്ലല്ലോ എന്ന്, പക്ഷേ ഇതൊന്ന് കഴിച്ച് നോക്കുക. ഗ്രീൻ ബീൻസ് കറി വേറൊരു ലെവല് ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒഴിക്കാം. 2 മുട്ട മതിയെങ്കിൽ 2 മുട്ട മതി. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, അല്ല പിരിപിരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്ന ശേഷം തീ ഓഫ് ചെയ്തു. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1ാം തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ഉണ്ടല്ലോ, ഒരല്പം ഗരം മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഗ്രീൻ ബീൻസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടാം.